أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأنا اخترتك فاستمع لما يوحى إنني أنا الله لا إله إلا أنا فاعبدني وأقم الصلاة لذكري. സൂറത്തു ത്വാഹ 13-14 ആയത്തുകൾ. വ അന ഞാൻ, ഇഖ്തർതുക നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു, ഫസ്തമിഅ് അതിനാൽ നീ ശ്രദ്ധിച്ച് കേൾക്കുക, ലിമാ യൂഹ ഇസ്തമഅ ലി ആണ്, ലിമാ യൂഹ വഹി നൽകപ്പെടുന്നത്, ഇന്നനി അനല്ലാഹു നിശ്ചയം ഞാൻ അല്ലാഹു ആകുന്നു, ലാ ഇലാഹ ഇല്ല അന ഞാനല്ലാതെ ഇലാഹില്ല, ഫഅ്ബുദ്നി അതിനാൽ നീ എനിക്ക് ഇബാദത്ത് ചെയ്യണം, വഅഖിമിസ് സലാത്ത നീ നമസ്കാരം നിലനിർത്തുകയും വേണം, ലിദിക്രി എന്നെ ഓർക്കുന്നതിന് വേണ്ടി. മലമുകളിൽ നിന്ന് വെളിച്ചം കണ്ട് മുകളിലെത്തിയ മൂസ അലൈഹിസ്സലാം അശരീരി കേട്ടു. ഇന്നി അന റബ്ബുക ഫഖ്ലഅന അലൈക ഞാൻ നിന്റെ റബ്ബാണ്, ചെരുപ്പ് ഊരി വെക്കണം എന്നൊക്കെ പറഞ്ഞു. അതിന്റെ ബാക്കിയാണ് വ അന ഇഖ്തർതുക. ഇഖ്തിയാർ എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്തെടുത്തു എന്നാണ്. ഇസ്തിഫാഉം ഇഖ്തിയാറും ഇജ്തിബാ 3 വാക്കുകൾ ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. ഇസ്തിഫ എന്ന് പറഞ്ഞാൽ അതിലൊരു സഫാ ഉണ്ടാകും. ചെറുപ്പത്തിലെ നുബുവത്തിന് പറ്റിയ തരത്തിൽ ശുദ്ധീകരിച്ച്, അഥവാ നുബുവത്തിന് ചേരാത്ത അഴുക്കുകളൊന്നും പറ്റാതെ ശുദ്ധീകരിച്ച് വളർത്തിക്കൊണ്ടുവരിക. അങ്ങനത്തെ അടുത്താണ് അല്ലാഹു തആല ഇസ്തിഫ പറയുക. ഇജ്തിബാ പറഞ്ഞത് ഹുവ ജിത്തബാക്കും, അത് ഗുണം നോക്കി സെലക്ട് ചെയ്തു എന്നർത്ഥത്തിൽ മുസ്ലിം ഉമ്മത്തിനെ കുറിച്ച് പറഞ്ഞിടത്താണ് ഹുവ ജിത്തബാക്കും എന്ന് പറഞ്ഞത്. ഇവിടെ പറഞ്ഞത് ഇഖ്തിയാറാണ്. ഇവിടെ ഇഖ്തിയാർ പറയാൻ ഒരു കാരണമുണ്ട്. ഇസ്തിഫാഇന് വിധേയമാണ്. ആലു ഇമ്രാൻ, സൂറത്ത് ആലു ഇമ്രാൻ നമ്മൾ അത് പഠിച്ചതാണ്. ഇന്നല്ലാഹ അസ്തഫ ആദമ വനൂഹം വാല ഇബ്രാഹിമ വാല ഇമ്രാന അലൽ ആലമീൻ. ആ ആലു ഇമ്രാനിൽപ്പെട്ടയാളാണ്. അങ്ങനെ ഇസ്തിഫാഇന് വിധേയമായ അല്ലാഹു തആല നുബുവത്തിന്റെ പറ്റിയ ക്വാളിറ്റിയിൽ വളർത്തിക്കൊണ്ടുവന്ന ആളുകളാണ് മൂസ അലൈഹിസ്സലാമും ഹാറൂൻ അലൈഹിസ്സലാമും. അതിൽ ആരെ നബിയാക്കണം? താങ്കളെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ്. വനഖ്തർതുക. ഹാറൂന് വേണോ മൂസ വേണോ? ഹാറൂനാണ് ജ്യേഷ്ഠൻ. ആര് വേണം എന്നത് ചോയ്സിന്റെ വിഷയമാണ്. അല്ലാഹു തആല ചോയ്സ് ചെയ്തിരിക്കുന്നത് മൂസ അലൈഹിസ്സലാമിനെയാണ്. ഇസ്തിഫാഇന് വിധേയമായ വേറൊരാളും കൂടി ഉണ്ട് എന്നർത്ഥം. ഫസ്തമിഅ ലിമാ യൂഹ അതിനാൽ താങ്കൾ വഹി നൽകുന്നത്, കിട്ടുന്നത്, വഹി നൽകപ്പെടുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. സമിഅ കേട്ടു, ഇസ്തമഅ നമ്മൾ പറയില്ലേ കാത് കൂർപ്പിച്ച് കേട്ടു. മറ്റൊന്നും ശ്രദ്ധിക്കാതെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കേൾക്കുന്നത് എന്താണെന്ന് മനസ്സിലാകാൻ വേണ്ടി ചെവിടോർത്ത് കേൾക്കുക. അതിനാണ് ഇസ്തിമാ എന്ന് പറയാം. ഫസ്തമിഅ ലിമാ യൂഹ താങ്കൾക്ക് വഹി നൽകപ്പെടുന്നത് കേട്ടുകൊള്ളുക, അല്ലെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കുക. കാരണം എന്താണ്? താങ്കളെ പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുകയാണ്, താങ്കൾക്കൊരു ഉത്തരവാദിത്തമുണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെ നുബുവത്ത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. ശേഷം തൗഹീദ് പറയുകയാണ്. വീണ്ടും മൂസ അലൈഹി സ്വലാമിനോട് സീനായ് മലയിൽ വെച്ച് മറ്റൊരു തവണ ചെങ്കടൽ കടന്ന ഫിറൗവിന്റെ കാലത്തിന്റെ ശേഷം ചെങ്കടൽ കടന്നുപോയിട്ട് സീനായ് മരുഭൂമിയിലെ അനുയായികളെ നിർത്തിയിട്ട് ഇതുപോലെ വിളിക്കുന്നുണ്ട് അല്ലാഹു. എന്നിട്ട് അവിടെ പറയുന്നത് ഇന്നി സ്തഫൈതുക ബി റിസാലാത്തി വബി കലാമി
ഞാൻ എൻ്റെ സംസാരത്തിനും എൻ്റെ സന്ദേശം ആളുകൾക്ക് എത്തിക്കാനുമൊക്കെ ഞാൻ താങ്കളെ ഇസ്തിഫാദ് നടത്തിയിരിക്കുന്നു എന്നാണ്. ഇവിടെ നുബുവത്ത് ഏൽപ്പിക്കുമ്പോൾ പറയുന്നത് ഇഖ്തിയാർ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് വഹി കിട്ടുന്നത് ശരിക്ക് ശ്രദ്ധിച്ച് മനസ്സിലാക്കി കൊള്ളുക എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ അങ്ങനെ വിളിക്കാൻ ഞാനാണ് റബ്ബ് എന്നൊക്കെ പറഞ്ഞല്ലോ, തൗഹീദ് പറയുകയാണ്. ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ല അന ഫഅ്ബുദ്നി. ഇന്നനി അനല്ലാഹു, നിശ്ചയം ഞാനാകുന്നു അല്ലാഹു. അല്ലാഹു എന്നുള്ള വാക്കിനെ കുറിച്ച് നമ്മൾ മുമ്പൊരിക്കൽ എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്, തുടക്കത്തിലാണെന്ന് തോന്നുന്നത്. അല്ലാഹു എന്നുള്ള വാക്ക് പൗരാണിക മുഫസ്സിറുകളൊക്കെ പറയുന്നത് അള്ളാഹുവിന്റെ ഇസ്മുൻ ജാമിദ് ആണ്. ദൈവത്തെ കുറിക്കുന്ന ഇസ്മുൻ ജാമിദ് അഥവാ ഭാഷ മാറുമ്പോഴും മാറാത്ത പേര് എന്നാണ് പറയുന്നത്. പക്ഷെ ആ വിശദീകരണത്തിന്റെ ഒരു ദൗർബല്യം, അറബികളല്ലാത്ത ആരെങ്കിലും ഇസ്മുൻ ജാമിദ് എന്നുള്ള നിലക്ക് മറ്റു ഭാഷയിൽ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞത് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അള്ളാഹുവിൽ വിശ്വസിച്ച, അള്ളാഹുവിനെ ആരാധിച്ച ഒരുപാട് നബിമാരും സമൂഹങ്ങളും കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇസ്മുൻ ജാമിദ് എന്നാണെങ്കിൽ പലരും അത് വിളിക്കണമായിരുന്നു. നമ്മളുടെ ഒക്കെ പേരുകൾ നാസിർ, അത് ഏത് ഭാഷക്കാരും നാസിർ എന്ന് തന്നെയാണ് പറയുക, അല്ലാതെ അതിന്റെ അർത്ഥം വെച്ചിട്ട് വേറൊരു കൂട്ടർ പറയില്ല. അറബിയിലും നാസിറാണ്, മലയാളത്തിലും നാസിറാണ് എന്നതുപോലെ അള്ളാഹുവിന്റെ ഇസ്മുൻ ജാമിദ് ആണെങ്കിൽ എല്ലാ ഭാഷയിലും നബിമാര് വന്നിട്ടുണ്ട് എന്ന് അള്ളാഹു തന്നെ പറയുന്നുണ്ട്. വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി. ആ ജനതയുടെ ഭാഷയിൽ സംസാരിക്കുന്നവനായിട്ടല്ലാതെ ഒരു നബിയെയും അയച്ചിട്ടില്ല. അറേബ്യയിൽ വന്ന ഉറപ്പായിട്ടും അറബിയായ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതിന്റെ മുമ്പ് ഇസ്മായിൽ അലൈഹിസ്സലാം ഉണ്ട്. അദ്ദേഹം ഇറാഖിൽ നിന്ന്, പേർഷ്യയിൽ നിന്ന് വന്ന് അറബിയായതാണ്. ഷുഐബ് നബി അലൈഹിസ്സലാം അറബിയാണ് എന്ന് പറയപ്പെടുന്നുണ്ട്, ഉറപ്പില്ല. എന്നാൽ അറബികളായ എല്ലാവരും, അറബികളായ മുശ്രിക്കുകൾ, ജൂതന്മാർ, ക്രിസ്ത്യാനികൾ, മജൂസികൾ, സൗരാഷ്ട്രർ, ഇങ്ങനെ പല മതക്കാരും മതമൊന്നുമില്ലാത്തവരും പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന അറബി വാക്ക് അള്ളാഹു എന്നതാണ്. അതുകൊണ്ട് തന്നെ മറ്റു ചില പണ്ഡിതന്മാർ ഈ അൽ ഇലാഹ് എന്ന് അറബിയിൽ എഴുതുന്നത് അതിൽ നിന്ന് രൂപപ്പെട്ടതാണ് അള്ളാഹു എന്ന വാക്ക് എന്ന് വിശദീകരിക്കുന്നുണ്ട്. ആദ്യത്തെ വിശദീകരണമാണ് പ്രാമാണികരും പൗരാണികരുമായ ആളുകൾ നൽകിയിട്ടുള്ളത്. പക്ഷെ അതിന് ചരിത്രത്തിന്റെ ഒരു പിൻബലം നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ അറബികളായ എല്ലാവരും അള്ളാഹു എന്ന് ബൈബിളിന്റെ ആദ്യത്തെ പേജിൽ, അറബി ബൈബിളിന്റെ ആദ്യത്തെ പേജിൽ തന്നെ 6 തവണ അള്ളാഹു എന്നുള്ള വാക്കുണ്ട്. ഒന്നാമത്തെ വാചകം തന്നെ ഫിൽ ബദീ ഖലഖല്ലാഹു സമാവാതി വൽ അർദ്, ആദിയിൽ അള്ളാഹു ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ്. ആ ഒന്നാമത്തെ വാചകത്തിൽ തന്നെ, യൂതന്മാരുടെ ബൈബിളിന്റെ ഒന്നാമത്തെ വാചകത്തിൽ തന്നെ അറബി ബൈബിളിൽ അള്ളാഹു എന്നുള്ള വാക്ക് കാണാം. എന്നാൽ അറബികളല്ലാത്ത എവിടെയും കാണുന്നില്ല. ഇസ്മുൻ ജാമിദ് ആണെങ്കിൽ വേറെ എവിടെയെങ്കിലും ഏതെങ്കിലും ഭാഷക്കാരും അള്ളാഹു എന്നത് ഉപയോഗിക്കണമായിരുന്നു, പക്ഷെ കാണാറില്ല. അതുകൊണ്ട് തന്നെ അൽ ഇലാഹ്, ദി ഗോഡ് എന്ന് പറഞ്ഞാൽ പിന്നെ ഏത് ഗോഡ്? ഒരു സ്കൂളിൽ ചെന്നിട്ട് ദി ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ ദി ക്ലാസ് ടീച്ചർ, ദി ക്ലാസ് ലീഡർ എന്നൊക്കെ ചോദിച്ചാൽ പിന്നെ ഏത് ക്ലാസ് ലീഡർ എന്നത് ചോദ്യം ഉണ്ടാവില്ല. ഒരു സ്കൂളിന് ദി ഹെഡ് മാസ്റ്റർ, ആ സ്കൂളിലെ ഒരു ഹെഡ് മാസ്റ്ററിനെ ഉണ്ടാവുകയുള്ളൂ. എന്നതുപോലെ ദി ചേർത്ത് ദി ഗോഡ് എന്ന് പറയുന്നതിന്റെ നേരെ അറബിയാണ് അള്ളാഹു എന്ന് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു ആലം. ലാ ഇലാഹ ഇല്ല അന, ഞാനല്ലാതെ ഇലാഹില്ല. അപ്പൊ ഇത് അള്ളാഹു നേരിട്ട് പറയുന്നതാണ് എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഞാനല്ലാതെ ഇലാഹില്ല. ഇലാഹ് എന്നതും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്, പലതവണ വിശദീകരിച്ചതാണ്. അലിഹർ റജുലു ഇലർ റജുലി എന്ന് അറബിയിൽ പറഞ്ഞാൽ സർവ അവലംബമായി കരുതി ഒരാൾ മറ്റൊരാളിലേക്ക് ഒട്ടി എന്നാണ്. ഈ പരുന്തിന്റെ അതുപോലെയുള്ള ജന്തുക്കളുടെ ഒക്കെ ശത്രുക്കളുടെ സാന്നിധ്യം അനുഭവപ്പെട്ടാൽ കോഴി ഒരു ശബ്ദമുണ്ടാക്കും. അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം കൂടി അമ്മയുടെ ചിറകിന്റെ അടിയിലേക്ക് അങ്ങ് ഒളിക്കും. ഇപ്പൊ കോഴി കുഞ്ഞുങ്ങൾ വിചാരിക്കുന്നത് ഇനിയൊട്ടും
വിഷമിക്കാനില്ല എന്നാണ്. ഇങ്ങനെ ഒന്നിനെ സ്വീകരിക്കലാണ് ഭാഷാപരമായി ഇലാഹാക്കൽ. ഈ വീടിന്റെ ഐശ്വര്യം, ഈ വാഹനത്തിന്റെ ഐശ്വര്യം എന്നൊക്കെ എഴുതി വെക്കുന്നത് ഈ കാഴ്ചപ്പാടിലാണ്. പരിശുദ്ധ ഖുർആൻ ഇലാഹാക്കുന്നതിനെ കുറിച്ച് 4 സങ്കല്പങ്ങൾ മൊത്തത്തിൽ പറയുന്നുണ്ട്. ഒന്ന്, അള്ളാഹുവിനെ ഇലാഹാക്കൽ, യഥാർത്ഥ ഇലാഹാക്കൽ. എന്നാൽ യഥാർത്ഥമല്ലാത്ത അന്യായമായ ഇലാഹാക്കലുകൾ നേരത്തെ പലപ്പോഴും വിശദീകരിച്ചതുപോലെ പരിശുദ്ധ ഖുർആനിൽ 3 എണ്ണം കാണാൻ കഴിയും. ഒന്ന്, ആരാധിക്കുന്ന ഇലാഹ്. മൂസാ നബി അലൈഹി സ്വലാമിന്റെ ചരിത്ര വിവരണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അത് കാണാൻ കഴിയുക. സാമിരിയുടെ പശു, ഹാദാ ഇലാഹുക്കും, ഇതാണ് നിങ്ങളുടെ ഇലാഹ് എന്നാണ് സാമിരി പിന്നീട് പറയുന്നത്. അതുപോലെ രണ്ടാമത്തെ ഇലാഹ്, അത് ആരാധിക്കുന്ന ഇലാഹല്ല, അനുസരിക്കപ്പെടുന്ന ഇലാഹാണ്. അത് ഫിറൗനാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. യാ അയ്യുഹൽ മലഉ മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി, ഓ പ്രഭുക്കന്മാരെ, ഞാനല്ലാത്ത ഇലാഹ് നിങ്ങൾക്കുള്ളത് ഞാൻ അറിയില്ലല്ലോ, നിങ്ങൾ എന്നെ അല്ലാതെ ആരാധിക്കുന്നത് അറിയില്ലല്ലോ എന്നല്ല. ഫിറൗൻ ആരാധിക്കുന്ന ദൈവങ്ങൾ ഇപ്പോഴും ഉണ്ട് ഈജിപ്തിൽ. പിന്നെ പ്രഭുക്കന്മാരോടാണ് ചോദിക്കുന്നത്. പ്രഭുക്കന്മാരെന്ന് പറഞ്ഞാൽ ഫിറൗവിനേക്കാളും വലിയ, ഫിറൗവിന്റെ വയസ്സായ പിതാവ് വരെ ഉൾക്കൊള്ളുന്ന ടീമാണ് ഈ പ്രഭുക്കന്മാർ എന്ന് പറയുന്നത്. അവരെല്ലാവരും നിങ്ങളെ എന്നെ അല്ലാതെ ആരാധിക്കുന്നത് അറിയില്ലല്ലോ എന്നൊന്നും ഫിറൗൻ പറയില്ല. കാരണം അവരെല്ലാവരും കൂടി ആരാധിക്കുന്ന ദൈവങ്ങളാണ് ഇപ്പോഴും അവിടെ മ്യൂസിയത്തിൽ ഇരിക്കുന്നത്. പിന്നെ എന്താ, ആരാധിക്കണം, എങ്ങനെ ജീവിക്കണം, ഇതൊക്കെ തീരുമാനിക്കാൻ ഈ രാജ്യത്ത് ആരാധിക്കാൻ പാടുള്ള ദൈവമേതാണ്, ആചരിക്കാനും അനുഷ്ഠിക്കാനും പാടുള്ള മതമേതാണ്, ഇതൊക്കെ ഞാനാ തീരുമാനിക്കാൻ. അതല്ലാതെ മൂസായുടെ വേറൊരു ഇലാഹ് ഉണ്ട് എന്നത് ഞാൻ അറിയില്ലല്ലോ എന്ന് ഫിറോൻ പറയുന്നുണ്ട് ആ കഥയിൽ തന്നെ. അപ്പൊ 2 ഇലാഹായി. പിന്നെ മൂന്നാമത്തത് സൂറത്തുൽ ഫുർഖാനിലും വേറൊരിടത്തും അള്ളാഹു താല ചോദിക്കുന്നുണ്ട്, അഫറഅയ്ത മനിത്തഖദ ഇലാഹു ഹവാഹു, ദേഹേച്ഛയെ ഇലാഹാക്കിയവനെ കണ്ടില്ലേ? മുഫസ്സിറുകൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഒന്നുകിൽ എന്തിനെ ആരാധിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും, എനിക്ക് തോന്നിയതിനെ ഞാൻ ആരാധിക്കും എന്നൊരാൾ വെക്കുക, അല്ലെങ്കിൽ എനിക്ക് തോന്നിയതുപോലെ ഞാൻ ജീവിക്കും എന്നൊരാൾ തീരുമാനിക്കുക. ഇതിനൊക്കെയാണ് ദേഹേച്ഛ ഇലാഹാക്കുക എന്ന് പറയുന്നത്. ഇതൊന്നും ഇലാഹാക്കപ്പെടാൻ യോഗ്യമായതല്ല. വിഗ്രഹങ്ങളോ അല്ലെങ്കിൽ ഭരണാധികാരികളോ സ്വന്തം താല്പര്യം പോലുമോ ഇലാഹാക്കാൻ യോഗ്യമല്ല. ആ സ്ഥാനങ്ങളിലൊക്കെ പരിഗണിക്കാൻ അർഹനായിട്ടുള്ളത് അള്ളാഹു മാത്രമാണ്. ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ല അന, ഞാനല്ലാതെ ഇലാഹില്ല. ഞാനല്ലാതെ ഇലാഹില്ല എന്നത് മൂസാ അലൈഹി സ്വലാമിനോട് അള്ളാഹു താല ഉറപ്പിച്ചു പറയണം. സൂറത്തുൽ ആലിമ്രാനില് ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹുവ, അള്ളാഹു സാക്ഷിയാണ്, അള്ളാഹു അല്ലാതെ ഇലാഹില്ല. അഥവാ ഈ പ്രപഞ്ചത്തിന്റെ അകത്തോ പുറത്തോ അള്ളാഹു അല്ലാത്ത വേറൊരു ഇലാഹ് ഉണ്ടെങ്കിൽ അത് അള്ളാഹു അറിയാതിരിക്കുകയില്ലല്ലോ എന്നതുപോലെ മൂസാ അലൈഹി സ്വലാമിനോട് വസ്തുത പറയാണ്, ഞാനല്ലാതെ ഒരു ഇലാഹുമില്ല. ഇത് മൂസാ അലൈഹി സ്വലാമിന് പുതിയ വിവരമല്ല. യാക്കൂബ് നബിയുടെ സന്താന പരമ്പരയിൽ പല നബിമാരും വന്ന ശേഷം ആ നബിമാരുടെ സമുദായത്തിൽ ജീവിച്ച് വളർന്ന ആളാണ് മൂസാ അലൈഹി സ്വലാം. അദ്ദേഹത്തിന് അത് പുതിയ വർത്തമാനമല്ല. താങ്കളെ പ്രത്യേകം തെരഞ്ഞെടുത്തിരിക്കുന്നു, വഹി നൽകുക എന്നതേ ഉള്ളൂ പുതിയ വർത്തമാനം. അഥവാ മുമ്പ് പല നബിമാർക്കും വഹി നൽകപ്പെട്ടതുപോലെ താങ്കൾക്കും വഹി നൽകപ്പെടുകയാണ്, അതിന് താങ്കളെ സെലക്ട് ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കുക, ഈ തരുന്നത് അള്ളാഹുവാണ്, വേറെ ഇലാഹില്ല. അപ്പൊ അവിടെ വേറെ ഇലാഹു ഉള്ള സ്ഥലത്തേക്കാണ് പറഞ്ഞയക്കുന്നത്, ഫിറോവിന്റെ നാട്ടിലേക്ക്. അന റബ്ബുക്കുമുൽ അഅ്ല മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി എന്നൊക്കെ പറയുന്നവന്റെ നാട്ടിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അടിസ്ഥാന തൗഹീദിന്റെ ഏറ്റവും കോർ, അഫ്ളലു ദിക്രി അഫ്ളലു മാ ഖുൽതു അന വ നബിയ്യുന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, റസൂലുള്ളാഹിമാർ പറഞ്ഞിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായ അടിസ്ഥാന മുദ്രാവാക്യം ദീനുൽ ഇസ്ലാം മുഴുവനും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒരൊറ്റ വാചകത്തിൽ നിന്ന് വികസിച്ചു വന്നിട്ടുള്ളതാണ്. അള്ളാഹുവാണ് ആരാധിക്കാനും അനുസരിക്കാനും സ്നേഹിക്കാനും പേടിക്കാനും ഒക്കെ അർഹനായിട്ടുള്ളത്. അതിന് വിരുദ്ധമായതിനെ മുഴുവൻ അതുകൊണ്ട് തന്നെ തിരസ്കരിക്കും. അതുകൊണ്ടാണ് ലാ ഇലാഹ ആദ്യം പറയുന്നത് ഇലാഹ് ഇല്ല എന്നാണ്, പിന്നെയാണ് അള്ളാഹു ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നത്. അള്ളാഹുവും ഇലാഹാണ്, അള്ളാഹു ദൈവമാണ് എന്ന് സമ്മതിച്ചാൽ പോരാ, അള്ളാഹു അല്ലാത്തതൊന്നും ദൈവമല്ല എന്ന് സമ്മതിക്കണം. അതൊക്കെയാണ് ഇവിടെ ഊന്നി പറയാൻ കാരണം. ഫഅ്ബുദ്നി, നീ എനിക്ക് ഇബാദത്ത് ചെയ്യണം. ഇബാദത്ത് വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, അബ്ദ് അടിമ, ഇബാദത്ത് അടിമ ചെയ്യുന്ന പണി. ഈ ആയത്തിറങ്ങുന്ന സന്ദർഭത്തിൽ ബനി ഇസ്രായേലിലെ നല്ലൊരു ശതമാനം ആളുകളും ഫിറൗനിനെ അടിമവേല ചെയ്യുന്ന കാലത്താണ്.
എങ്ങനെയുള്ള അടിമവേല? കേവലം തൊഴിൽപരമായി ബിലാൽ റളിയല്ലാഹു അൻഹു ഉമയ്യത്തിന് ചെയ്തതുപോലുള്ള അടിമത്തമല്ല. അതിൻ്റെയും അപ്പുറത്ത് മനസാ വാചാ കർമ്മണ ഉള്ള അടിമത്തമാണ്. അള്ളാഹുവിന്റെ ദീന് വരെ കൈയൊഴിച്ചുകൊണ്ടുള്ള അടിമത്തമാണ് അവിടെ നടക്കുന്നത്. അത് പറ്റുകയില്ല. അന റബ്ബുക്കുമില്ല, ഞാനാണ് റബ്ബ് അഥവാ ഇബാദത്ത് അർഹിക്കുന്ന യജമാനൻ ഞാനാണ് എന്നാണ് വാദം. അതിനൊന്നും കിട്ടുകയില്ല എന്ന് പറയാനാണ് ഇവിടെ ഇത് പഠിപ്പിക്കുന്നത്. ഫഅ്ബുദിനി, അള്ളാഹുവിനെ യജമാനനായി സ്വീകരിച്ച് അവന്റെ അടിമയാണെന്ന് സമ്മതിച്ച് അവനെ അനുസരിച്ച് അവൻ പറഞ്ഞത് പ്രകാരം അവനെ ആരാധിച്ച് ജീവിച്ചു കൊള്ളണം എന്നാണ് കൽപ്പിക്കുന്നതിന്റെ അർത്ഥം. ഫഅ്ബുദിനി, ഇലാഹിന് മാത്രമേ ഇബാദത്ത് പറ്റുകയുള്ളൂ, ദൈവത്തിന് മാത്രമേ ഇബാദത്ത് പറ്റുകയുള്ളൂ. മാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, എനിക്ക് ഇബാദത്ത് ചെയ്യുവാൻ മാത്രമാണ് മനുഷ്യരെയും ജിന്നുകളെയും ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് താങ്കൾ എന്ത് വേണം? താങ്കൾ എനിക്ക് ഇബാദത്ത് ചെയ്യണം, എന്നെ യജമാനനായി സ്വീകരിച്ച് എന്റെ കൽപ്പനകൾ അനുസരിച്ച് എന്നെ ആരാധിച്ച് ജീവിക്കാൻ തയ്യാറാകണം എന്നർത്ഥം. ഫഅ്ബുദിനി, അങ്ങനെ എന്റെ അടിമയായി തീരണം. അങ്ങനെ അള്ളാഹുവിന്റെ അടിമയായാൽ പിന്നെ ഫിറൗന്റെ അടിമയല്ലാതെയാകും. ഫിറൗന്റെ അടിമത്തം ചോദ്യം ചെയ്യാനുള്ള ത്രാണിയുണ്ടാകും, കരുത്തുണ്ടാകും. അല്ല, പകരം ഫിറൗൻ പേടിപ്പിക്കുന്നു, ഫിറൗൻ പ്രീണിപ്പിക്കുന്നു. ഇതിനൊക്കെ വഴങ്ങിക്കൊടുത്താൽ പിന്നെ അള്ളാഹുവിന്റെ അടിമയാണ് എന്ന് പറയുന്നതിന് അർത്ഥമുണ്ടാകില്ല. അല്ലാതെ കേവലം മൂസ അലൈഹി സ്വലാം അള്ളാഹുവിനെ ആരാധിക്കണം എന്നല്ല ആവശ്യപ്പെടുന്നത്. അവിടെ റബ്ബ് വേറെയുണ്ട്, ആ റബ്ബിന് ഇബാദത്ത് ചെയ്യരുത്. റബ്ബാണെന്ന് അവകാശപ്പെടുന്ന ഫിറൗനുണ്ട്, ആ ഫിറൗന് ഇബാദത്ത് ചെയ്യാതെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണം. ഫഅ്ബുദിനി വഅഖിമിസ് സ്വലാത്ത ലിദിക്രി, ഇബാദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് അത് നമസ്കാരമാണ്. അത് നിലനിർത്തണം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അത് ഇഖാമത്ത് സലാത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ആത്മാർത്ഥമായിട്ട് അത് നിർവഹിക്കണം. എല്ലാ സമയത്തും ചിട്ടയോടുകൂടി അള്ളാഹു പറഞ്ഞതുപോലെ നിർവഹിക്കണം. പിന്നെയുമുണ്ട് ഇഖാമത്ത് സലാത്തിൽ ഒരുപാട് കാര്യങ്ങൾ. അത് എല്ലൊരു വഴങ്ങലുണ്ട്. അള്ളാഹു വിളിക്കുമ്പോൾ ചെല്ലുക, ചെന്നിട്ട് എന്ത് ചെയ്യാനാണോ പറഞ്ഞത് അത് ചെയ്യുക. എത്ര തവണ ചെയ്യാനാണ് അത്ര തവണ. അതുപോലെ അങ്ങ് തുടങ്ങിയിട്ട് അതിന്റെ നിൽപ്പ്, ഇമാമിന്റെ പിന്നിൽ നിൽക്കുന്നവർ എങ്ങനെ നിൽക്കണം, ഇങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ അതൊക്കെ മൊത്തത്തിൽ ജീവിതം മുഴുവൻ നമസ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. ഇതാണ് ഇഖാമത്തു സ്വലാത്ത് എന്ന് പറയുന്നത്. നമസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ സ്ഥിരമായി നമസ്കരിച്ചാൽ പോരാ, പിന്നെയോ ജീവിതം നമസ്കാരം പോലെയാക്കണം. അള്ളാഹു വിളിക്കുമ്പോൾ ചെല്ലുക, വിളിക്കുന്നിടത്ത് ചെല്ലുക, എന്നിട്ട് എന്ത് ചെയ്യാനാണോ പറഞ്ഞത്, എത്ര തവണ ചെയ്യാനാണോ അത് പാലിക്കുക. നേതൃത്വം അനുയായികൾ നേതൃത്വത്തെ അനുസരിക്കുക. പരസ്പരം ചേർന്ന് നിൽക്കുക. അനന്തര തലമുറകളെ നമസ്കരിക്കാൻ പഠിപ്പിക്കുക. നേതൃത്വത്തിന് തെറ്റിയാൽ തിരുത്തുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ അടിത്തറയാണ്. മനുഷ്യരെ സമന്മാരായി കാണുക, ആരോടും ചേർന്ന് നിൽക്കുക. ഇതൊക്കെ നമസ്കാരത്തിന്റെ ഇഖാമത്തിൽപ്പെട്ടതാണ്. അഖിമിസ്സലാത്ത, എന്തിനു വേണ്ടി? ലിദിക്രി, എന്റെ ദിക്റിന് വേണ്ടി, അഥവാ എന്നെ കുറിച്ച ചിന്തയും ബോധവും തന്റെ ഇടവും ഒക്കെ നിലനിർത്തുന്നതിന് വേണ്ടി നമസ്കാരം നിലനിർത്തുക എന്നർത്ഥം. ഇവിടെ പറയുന്ന ദിക്ർ എന്താണ്? കേവലം ദിക്ർ ചെല്ലലല്ല. ദിക്ർ ചെല്ലലും ദിക്റിന് വേണ്ടിയാണ്. ചെല്ലുന്ന ദിക്റുമുണ്ട്, അതും ദിക്റിന് അള്ളാഹുവിനെ ഓർക്കുവാൻ വേണ്ടിയാണ്. എന്തിനാണ് അള്ളാഹുവിനെ ഓർക്കുന്നത്? ഫിറൗനിന്റെ അടുത്തേക്കാണ് പറഞ്ഞേക്കാൻ പോകുന്നത്. അയാൾ പേടിപ്പിക്കും, വേണ്ട അള്ളാഹുവിനെ ഓർക്കുക, പേടിക്കണ്ട. അയാൾ പ്രീണിപ്പിക്കും, സമ്മാനങ്ങൾ കൊടുത്ത് മയക്കും, അതും വേണ്ട അള്ളാഹുവിനെ ഓർക്കുക. ഇങ്ങനെ അതുപോലെ തന്നെ പ്രയാസപ്പെടുത്തും, മർദ്ദിക്കും, ദ്രോഹിക്കും. അപ്പോഴൊക്കെ അള്ളാഹുവിനെ ഓർക്കുക, എങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയും. ഇങ്ങനെ പതറാതിരിക്കാനും പേടിച്ച് പിന്തിരിയാതിരിക്കാനും അള്ളാഹു ഉണ്ട് എൻ്റെ കൂടെ. അള്ളാഹു തന്നെ അത് പറയുന്നുണ്ട്. വലാ തഖാഫ ഇന്നനീ മഅകുമ, ഞാനുണ്ട് കൂടെ, ഞാനുണ്ട് നിങ്ങളുടെ രണ്ടാളുടെയും കൂടെ, രണ്ടാളും പേടിക്കണ്ട. ഇങ്ങനെ അള്ളാഹു കൂടെയുണ്ട് എന്ന ബോധം സദാ നിലനിർത്തുവാനാണ് നമസ്കാരം കൽപ്പിച്ചത്. നമസ്കാരം എന്തിനാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കാവുന്ന ഒരു ആയത്ത് കൂടിയാണ് ഇത്. നമ്മുടെ നമസ്കാരം അഥവാ ശരിയായ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ സർവാത്മന കുനിയലാണ് നമസ്കാരം. അതെന്തിനാണ്? ജീവിതത്തിൽ എല്ലായിടത്തും അള്ളാഹു ഉണ്ട് കൂടെ. പ്രയാസപ്പെടുമ്പോൾ രക്ഷകനായിട്ട്, പതറുമ്പോൾ തിരുത്തൽ ശക്തിയായിട്ട്, നിരീക്ഷകനായിട്ട്. വക്കാനല്ലാഹു അലൈക്കും റഖീബ,
അള്ളാഹു നിങ്ങളുടെ നിരീക്ഷകനാകുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞത് കാണാം. ഇങ്ങനെ എല്ലാ നിലക്കും അള്ളാഹു ഉണ്ട്. വലാ യത്നാജ യസ്നാനി ഇല്ല വല്ലാഹു സാലിസുഹുമ. രണ്ടാള് സ്വകാര്യം പറയുന്നില്ല, മൂന്നാമനായി അള്ളാഹു കൂടെ ഉണ്ടായിട്ടല്ലാതെ. അതുപോലെ ഇത് മാല ഇത് യുബയ്യിത്തൂന, എന്താണ് അവര് ഗൂഢാലോചന നടത്തുമ്പോൾ ഇല്ല വഹുവ മാഹും ഇത് യുബയ്യിത്തൂന, അവര് ഗൂഢാലോചന നടത്തുന്ന സമയത്ത് അവൻ അവരുടെ കൂടെ ഉണ്ടായിരിക്കെ. ഇങ്ങനെ അള്ളാഹു കൂടെയുണ്ട്. പതറുമ്പോൾ തിരുത്തൽ ശക്തിയായിട്ട്, പിന്നെ പേടിക്കുമ്പോൾ ധൈര്യം പകരുന്നവനായിട്ട് ഒക്കെ ഞാനുണ്ട് കൂടെ എന്ന ബോധം നിലനിർത്താനാണ് വിശ്വാസിക്കും നമസ്കാരം നിലനിർത്തേണ്ടതുള്ളത് എന്നർത്ഥം. ഇങ്ങനെ നമസ്കാരത്തിന്റെ യഥാർത്ഥ ഉദ്ദേശത്തിലേക്ക് കൂടി വെളിച്ചം വീശുന്നതാണ് ഈ ആയത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാം ശരിയായി പഠിക്കുവാൻ, പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ, ജീവിതത്തിൽ പകർത്തുവാൻ, സമൂഹത്തിൽ പടർത്തുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ. റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദറാ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹുസ്നിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.